ആർക്ക് വേണോ ഗൂഗിളിൽ എന്ത് അസുഖത്തെ കുറിച്ച് വേണോ എഴുതാം, അത് ഇവിടെ തന്നെ ഉണ്ടാവും, അത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുകയും ചെയ്യും. അതല്ല, ആധികാരികതയുള്ള ലോകാരോഗ്യ സംഘടന പോലെയുള്ള, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ പോലെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെ ആധികാരികതയുള്ള സൈറ്റുകളിൽ രോഗികളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് വേണം അത് വേണം നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ. അപ്പൊ ഈ രോഗങ്ങൾ ഞാൻ പറഞ്ഞു, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറഞ്ഞ ആഹാര സാധനങ്ങൾ എന്ന് പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ചില കാര്യങ്ങൾ പറയുന്നതിന് നിയന്ത്രിക്കുവാൻ എന്താണ് ജീവിതശൈലി നമ്മൾ നിയന്ത്രിക്കേണ്ടത്? ജീവിതശൈലി നിയന്ത്രിക്കേണ്ടത് ഇത്തരം അസുഖങ്ങളിലേക്ക് എത്താതിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ സാറ് നമുക്ക് ആഹാരത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ പോവാണ്. നമ്മൾ എത്ര പേരാണ് ഇന്നലെ രാത്രി 8 മണിക്കൂർ ഉറങ്ങിയത്? കൈ പൊക്കാം. ഓ സത്യം, കൈ വയ്ക്കോ, കുഴപ്പമില്ല. 8 മണിക്കൂർ ഉറങ്ങിയത് ഈ രീതിയിലിരിക്കുന്ന 250, 300, 500 ഉണ്ടോ എന്നറിയില്ല, 300 പേരിൽ 8 മണിക്കൂർ ഉറങ്ങിയത് 3 പേരാണ്. നോക്കൂ, നമ്മുടെ ജീവിതശൈലിയിലെ ഏറ്റവും 8 മണിക്കൂർ ഉറങ്ങുന്നത് 1000 മരുന്ന് കഴിക്കുന്നതിന് തുല്യമാണ്. 8 മണിക്കൂർ ഉറങ്ങാതെ നിങ്ങൾ ഇനി വ്യായാമം ചെയ്തിട്ടോ എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആഹാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടോ ഒരു കാര്യം. 8 hours sleep, 1000 മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ, 1000 ഡോക്ടർമാരെ കാണുന്നത് പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് 8 മണിക്കൂർ ഉള്ളത്. ഓക്കെ, 8 മണിക്കൂർ ഉറങ്ങാൻ ചില എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ലാലൊക്കെ ഉറങ്ങുന്ന 3 മണിക്കൂർ എന്നാണ് പറയുന്നത്. അത് കൊച്ചിലെ മുതലാണ് അങ്ങനെ ശീലിച്ചവരുണ്ടാവുമായിരിക്കും. 3 മണിക്കൂർ, 2 മണിക്കൂർ, 4 മണിക്കൂർ ഉറങ്ങി തലച്ചോറിന്റെയും ശരീരത്തെയും മുഴുവൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ മെജോറിറ്റി, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലേക്ക് എത്തിച്ചേരുന്ന ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കരുന്നവർ 8 മണിക്കൂറിൽ ഉറങ്ങണം. ഏറ്റവും കുറഞ്ഞത് 7 മണിക്കൂർ. അതിന് താഴെ ഉറങ്ങിയിട്ട് രാവിലെ ഇറങ്ങി ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ യോഗ ചെയ്യുന്നു, ഞാൻ നടക്കാൻ പോകുന്നു, ഞാൻ ഒരു കാര്യമില്ല. ഏറ്റവും വലിയ മരുന്ന് ആഹാരത്തോടൊപ്പം പ്രാധാന്യമുള്ളത് 8 മണിക്കൂർ ഉറക്കമാണ്. കുറഞ്ഞത് 7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് 7 മണിക്കൂർ ഉറങ്ങാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുമ്മാ ഉറങ്ങാനും പറ്റത്തില്ല. എന്താ ഞാൻ 6 മണിക്ക് 12 മണിക്ക് 6 മണിക്ക് എണീക്കുന്നു, അല്ലെങ്കിൽ ഞാൻ രാവിലെ നിസ്കരിക്കാനായിട്ട് എണീക്കുന്നു എന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. 4 മണിക്ക് എണീക്കുള്ളൂ, നിങ്ങൾ നിസ്കരിക്കണം നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് എണീക്കാം. പക്ഷെ അങ്ങനെ എണീക്കണമെങ്കിൽ നിങ്ങൾ 8 മണിക്ക് കിടക്കണമെങ്കിൽ 9 മണിക്ക് കിടക്കണം. 12 മണിക്ക് എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റ് നമസ്കാരത്തിന് പോവുകയാണെങ്കിൽ ആരോഗ്യത്തെ അത് ബാധിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അത് എന്ത് കാര്യത്തിന് എണീറ്റാലും 4 മണിക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം. 7 മണിക്കൂർ എങ്കിലും ഏറ്റവും കഴിഞ്ഞ ദിവസം വന്നിട്ട് എൻ്റെ ഒരു വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻട്രൻസ് ഡോക്ടർ ആവാൻ, എന്താണ് നീറ്റ് എക്സാമിനേഷൻ പറഞ്ഞിട്ട് 4 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞത്, 4 മണിക്കൂർ ഉറങ്ങിയാൽ റാങ്ക് കുറയും, 8 മണിക്കൂർ ഉറങ്ങുന്നയാളിന് നല്ല റാങ്ക് ആണ്. മക്കളോടും വീട്ടിലെ കുടുംബാംഗങ്ങളോടും കുട്ടികളോടും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം, 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാൽ നല്ല റാങ്ക് കിട്ടും. കാരണം അറിയാമോ, ഈ ഉറക്കത്തിന് 2 ഘട്ടങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാമെങ്കിൽ, മിക്കവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. REM സ്ലീപ്പ് എന്നും NREM സ്ലീപ്പ് എന്നും പറയുന്ന 2 ഘട്ടങ്ങളുണ്ട് ഉറക്കത്തിന്. ഈ 2 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവർ മാത്രമാണ് ശരീരം പൂർണ്ണമായി റെസ്റ്റ് ചെയ്യും. നാം ഉറക്കത്തിൽ ഉത്പാദിപ്പിക്കേണ്ട ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ശരീരം ഒരു പുനർജന്മം പോലെ രാവിലെ എണീക്കുകയും ചെയ്യുന്നത്. 8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറക്കമാണ്. എണീറ്റ് ഇടയ്ക്ക് എണീറ്റുള്ള ഉറക്കമാണ്. അപ്പൊ ഉറക്കം നമ്മൾ എന്തുകൊണ്ട് ഉറങ്ങാൻ എങ്ങനെ പറ്റും? 9-11 മണി വരെ നമ്മൾ മൊബൈലല്ലേ, മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഉറക്കം വരും? എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത്? മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നാൽ, മൊബൈൽ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, TV സ്ക്രീനിൽ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ ടിവിയിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ആ പ്രകാശം നമ്മുടെ കണ്ണുകളിലൂടെ തലച്ചോറിലേക്ക് പോയി തലച്ചോറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് പകലാണ്, ഉറങ്ങരുത്, ഉറക്കം വരില്ല. സോ നിങ്ങൾക്ക് 9 മണിക്ക് 10 മണിക്ക് ഉറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂർ മുമ്പ് മൊബൈൽ സ്ക്രീൻ, TV സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ പകല് രാത്രിയാണെന്നോ രാത്രി പകലാണെന്നോ തലച്ചോറിന് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് നാം എത്തിച്ചേരും. ദീർഘകാലം ജീവിച്ചിരുന്നവർക്കും ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നവരും 8 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. മറ്റു ചില വിഷയങ്ങളും കൂടെ പെട്ടെന്ന് വരാനുള്ളതുകൊണ്ട് ഞാൻ അതിലൂടെയൊക്കെ കൊണ്ടുപോകാം. എത്ര നേരം? 3 നേരം കഴിക്കുന്നവര് കൈപ്പൊക്കാം. എല്ലാവരും ഓക്കെ. 5 നേരം കഴിക്കുന്നവരും കൈപ്പൊക്കാം. യെസ്, 5 നേരം കഴിക്കുന്നു. അമ്മ 5 നേരം കഴിക്കും. 5 നേരം കഴിക്കുന്നതാണ് സയൻസ്. യെസ്, കള്ളം പറയാതെ 5 നേരം കഴിക്കുന്നതാണ് സയൻസ്. 5 നേരം കഴിക്കുന്നവർ കൂടുതൽ നാൾ ജീവിച്ചിരിക്കും ആരോഗ്യത്തോടെ. മുഴുവൻ കേൾക്കണം. 3 നേരം കഴിക്കുന്നതിന്റെ 2/3 കഴിക്കണം 5 നേരം കൊണ്ട്.
ഇന്റർമീഡിയറ്റ് ഡയറ്റ്, അതായത് നമ്മൾ 3 നേരം കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് പകുതിയിൽ താഴെ താഴ്ത്തിക്കൊണ്ട് രാവിലെ 3 ദോശയ്ക്ക് പകരം 1 ദോശ കഴിച്ച് 11 മണിയാകുമ്പോൾ ഒരു അരദോശ കഴിച്ച് ഉച്ചയ്ക്ക് ആഹാരം ഒരു പിടി ചോറിലും ഏറെ മലക്കറി ആഹാരങ്ങളിലും മുട്ടയിലും പാലിലും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളിലും നിർത്തിയതിനു ശേഷം 4 മണിക്ക് 1 കപ്പ് സാലഡ് കഴിച്ചതിന് ശേഷം, വടയല്ല 1 കപ്പ് സാലഡ് കഴിച്ചതിന് ശേഷം വൈകുന്നേരം 1 ദോശ കഴിക്കുക. അപ്പൊ 5 നേരം കഴിക്കുന്നു. പക്ഷെ നിങ്ങൾ മൊത്തം കഴിച്ച ആഹാരത്തിന്റെ 1/3 അല്ലെങ്കിൽ പകുതി ഭാഗമോ നിർത്തണം. ഇന്റർമീഡിയറ്റ് ഡയറ്റ്, ആ ആഹാരത്തിലേക്ക് പോകണം. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കൂടുതൽ ആഹാരം കഴിക്കുന്നത് മനുഷ്യനല്ലാതെ മറ്റൊരു ജീവജാലങ്ങളില്ല. ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ? എങ്കിൽ പുലിയൊക്കെ എത്ര പേരെ കൊണ്ടുകൊടുക്കുകയാണ്? പുലി കുറച്ചേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അങ്ങ് പോകുന്നത് ജീവിതം. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ നിയന്ത്രണം ഉണ്ടാകണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. ഉറക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമതാണ് എനിക്ക് വ്യായാമത്തെ കുറിച്ച് പറയാറുണ്ട്. ഈ പറഞ്ഞ മാതിരി ഈ വണ്ണം കൂടി വരുന്നവരെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരത്തില്ല. ഞാൻ ഇങ്ങനെ അവരോട് ഉപദേശങ്ങൾ കൊണ്ട് എന്റെ ENT ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ അവർ പറയും, സാറ് പറഞ്ഞതല്ല ഞങ്ങൾ കേട്ടു. രണ്ടാമത്തെ വിസിറ്റിന് വരുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, എന്തായി വണ്ണം കുറയ്ക്കുന്ന കാര്യം? കുഴപ്പമില്ല സാർ, ജിമ്മിൽ ചേർന്ന വണ്ണം കുറയോ? ഒരിക്കലും. ജിമ്മ്, വ്യായാമം, മറ്റ് കായിക കലകള് കാര്യങ്ങളിലൂടെ വണ്ണം കുറയ്ക്കാം എന്ന് കരുതുകയേ വേണ്ട. 80% റോളും ആഹാരത്തിലാണ്. ആഹാരം നിയന്ത്രിക്കാതെ ജിമ്മിലോ നിങ്ങൾ നീന്താനോ അല്ലെങ്കിൽ കിളയ്ക്കാനോ അല്ലെങ്കിൽ റബ്ബർ വെട്ടാനോ തെങ്ങിന് മേളിൽ കയറാൻ പോലും കാര്യമേ. ആഹാര നിയന്ത്രണം ആദ്യം. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കായിക വിനോദങ്ങൾ പാടില്ല എന്നല്ല. ഞാൻ എല്ലാ ദിവസവും നടക്കാൻ പോകും. ഓപ്പറേഷൻ തിയേറ്ററിന്റെ ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും നടക്കാൻ പോകുമ്പോൾ അതിന് കാരണമുണ്ട്. നടക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ? നടക്കും അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സസൈസ് ഏതാണ്? ഡോണ്ട് ടെൽ മീ യോഗ. ഐ ഹേറ്റ് യോഗ. ഏറ്റവും നല്ല എക്സസൈസ്, ഏറ്റവും നല്ല വ്യായാമം ഏതാണ്? അഭിപ്രായം സ്വിമ്മിങ്, ബ്രിസ്ക് വാക്കിംഗ്. സ്പീഡിൽ നടക്കുന്നതിനെക്കാട്ടി നല്ലൊരു വ്യായാമം ഇല്ല എന്ന് എല്ലാ വ്യായാമവും നല്ലതാണ് കേട്ടോ. ഏറ്റവും പ്രധാന ആഹാരമാണ്. വണ്ണം കുറയ്ക്കാനും ആരോഗ്യം നിലനിർത്താനും ഏറ്റവും പ്രാധാന്യമുള്ളത് ആഹാരമാണെങ്കിൽ 20% റോളുണ്ട്. 20% റോൾ എന്ന് വെച്ചാൽ എക്സസൈസ്, നമ്മുടെ വ്യായാമം ചെയ്യുന്നത് നമ്മൾ പല്ല് തേക്കുന്നത് പോലെയോ കുളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ റുട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കണം. ഇപ്പൊ വ്യായാമത്തെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞില്ല. മേജർ റോൾ ആഹാരത്തിനാണെങ്കിൽ ഒരു 20% റോൾ നമുക്ക് ജിമ്മുകൾക്കുണ്ട്. ജിമ്മുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വയം ഏറ്റവും നല്ലത് ഒരു ചെലവുമില്ലാതെ നടക്കാൻ പറ്റും. മെയിൻ റോഡിൽ നടക്കണ്ട, ട്രാഫിക് ആക്സിഡന്റ് ഒന്നും പറ്റാത്ത തരത്തിൽ ഇട റോഡുകളിലൂടെയോ മൈതാനങ്ങളിലോ നടക്കുക. രാവിലെയോ വൈകിട്ടോ നടക്കുന്നതിനെക്കാട്ടി വലിയ എക്സസൈസ് ഇല്ല. 30 മിനിറ്റ് എന്നാണ് പറയുന്നത്. 45 മിനിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. കുടുംബമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് നടക്കാൻ പോവുക. 40 മിനിറ്റ് നടക്കുക. 40 മിനിറ്റിൽ 30 മിനിറ്റ് ഒരു ആക്റ്റീവ് റോൾ കിട്ടും. ഇനി വളരെ തിരക്കുള്ള ഇപ്പൊ ഹസൻ സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ഒരാളിന് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ദിവസവും നടക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവർക്കും ഈ എക്സസൈസിന് റോളുണ്ട്. എല്ലാ ദിവസവും അരമണിക്കൂർ 40 മിനിറ്റ് നടക്കാൻ പറ്റാത്തവർക്ക് ചെയ്യുന്ന അത് അത്തരം പഠനങ്ങൾ, അതായത് ആഴ്ചയിൽ 2 ദിവസം 2 മണിക്കൂർ വീതം എക്സസൈസ് ചെയ്താൽ പോലും എല്ലാ ദിവസവും റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവരോടൊപ്പം അത്രയും കിട്ടില്ലെങ്കിൽ പോലും ഏതാണ്ട് അതേ ഗുണങ്ങൾ കിട്ടും. വളരെ തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 1 മണിക്കൂറിന് അടുപ്പിച്ച് 1.5-2 മണിക്കൂർ വരെ അടുപ്പിച്ച് ആഴ്ചയിൽ 2 ദിവസം ശനി ഞായർ ദിവസങ്ങളിലെങ്കിലും ചെയ്യാം. അത് നിങ്ങളെ കൂട്ടും. ഇതിനൊരു കണക്കുണ്ട് കേട്ടോ. ചുമ്മാ പറയുന്നല്ല, വ്യായാമം ചെയ്താൽ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ശരിയാവുന്നു. നാളെ രാവിലെ മുതൽ ഞാൻ വ്യായാമം ചെയ്യാൻ പോകും.